നമുക്കൊരു അടിപൊളി ടേസ്റ്റി മാഗി ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഒടുവായോ ഇതുപോലെ നമുക്ക് സവാള തക്കാളി ഒന്ന് ചോപ്പ് ചെയ്ത് വയ്ക്കാം. നമുക്ക് മാഗി ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി നമുക്കിതിനകത്ത് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടു നമുക്കിത് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റി മൂപ്പിക്കേണ്ട, നമുക്ക് ജസ്റ്റ് ആ സവാള ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി കേട്ടോ. ആ സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. സവാള ഇവിടെ ഹാഫ് കുക്കായിട്ടുണ്ട്. നമ്മുടെ സവാള പാകത്തിനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. തക്കാളിയും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ തക്കാളിയും കൂടി ഒന്ന് ഉടഞ്ഞ് വരുന്നിടം വരെ തക്കാളി സവാളയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. തക്കാളി ഇട്ടു നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാവരും വീട്ടിലെങ്ങനെ മാഗി ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. ഞാനിങ്ങനെ ആട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ ഇഷ്ടം. അടിപൊളി ടേസ്റ്റായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. സാധാരണ എല്ലാവരും വെള്ളം തിളപ്പിച്ച് മാഗിയിട്ട് പൊടിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയും സവാള ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്തിന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് മാഗി മസാല കേട്ടോ. മാഗി മസാല ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ മാഗി മസാല മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു ശകലം ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ മസാല ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. നമുക്കെല്ലാവർക്കും ചിക്കൻ മസാല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ചിക്കൻ മസാല ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ആ ചിക്കൻ മസാല ഇട്ടു. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് മാഗി ആഡ് ചെയ്ത് കൊടുക്കാം. മാഗി നല്ലോണം പൊടിച്ചെടുക്കണം കേട്ടോ. ഞാൻ 4 ബ്ലോക്ക് മാഗി ആയിട്ട് കൊടുത്തേ. 4 ബ്ലോക്ക് മാഗി 2 സവാള 2 തക്കാളി. അപ്പോൾ നമ്മൾ ആ മസാലയും തക്കാളിയും എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാഗി നല്ല കട്ടിയായിരിക്കുമല്ലോ, അപ്പോൾ നല്ല നമുക്കൊന്ന് മാഗി സോഫ്റ്റ് ആവുന്നിടം വരെ ഒന്ന് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആ മാഗി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 4 ബ്ലോക്ക് മാഗിക്ക് 1 കപ്പ് വെള്ളമാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചു. നമുക്ക് നല്ല നോക്കൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. നല്ല നോക്കൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നല്ലോണം തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വെറ്റി ആവശ്യത്തിന് നമുക്ക് വേവിച്ചെടുക്കാം പാകത്തിന്. ഇനി നമുക്ക് മുട്ട ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ വേണ്ടി, മുട്ട ചിക്കി തോർത്താൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചേക്കാം കേട്ടോ. നമുക്ക് മുട്ട ഉണ്ടാക്കാം. നമ്മുടെ മാഗി ഇവിടെ തിളച്ചു. ഇനി ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല നോക്കി മാഗി ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ എല്ലായിടും ഒന്ന് ആകുന്നിടം വരെ. നമ്മുടെ മാഗി ഇവിടെ സെറ്റായിട്ട് ഗൈസ്. നമുക്ക് മുട്ട ഇവിടെ ചിക്കി തോർത്തിയെടുക്കാം. മുട്ട ചിക്കി തോർത്ത് റെഡിയായി. ഇനി നമ്മൾ ഈ മാഗിയിലോട്ട് മുട്ടയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. മുട്ട മാഗിയിട്ടു. ഇനി ഇത് നല്ലോണം മിക്സാക്കി എടുക്കാം. മുട്ടയും മാഗി മിക്സാക്കി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഗൈസ്. എല്ലാവരും മസ്റ്റ് ട്രൈ.